யாருமே போக പ്രേതകഥ കേട്ടോണ്ടിരിക്കുകയാണ്. ഇനി ഇത് കണ്ടിട്ട് ഇന്ന് രാത്രി ഉറങ്ങൂല. രാത്രി പേടിച്ചോണ്ടരും. അമ്മുവിന്റെ പ്രോട്ടീൻ ഡ്രിങ്ക്, ഡ്രൈ ഫ്രൂട്ട് ഡ്രിങ്ക്. ഇതെനിക്ക് ഡ്രൈ ഫ്രൂട്ട് ഓരോന്നായിട്ട് കഴിക്കാൻ വായയിൽ കടിച്ച് കഴിക്കാൻ ഇഷ്ടമല്ല. എഗ് മസാല റെഡി ആയിട്ട് ഇരിക്കുകയാണ്. 2 മണിയായി. കഴിക്കുക. കോവക്കം കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. തീയൽ ഇതിലൊന്ന് തേങ്ങ വറുത്തരച്ചിട്ട തീയലാവും, അതുപോലെ ഒരു കടി. പിന്നെ നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബജ്ജി. കുറച്ച് നേന്ത്രപ്പഴം. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മഴക്കാറുള്ള പോലെ. ഒരു മഴക്കാറും ഇല്ല, മഴയും വെയിലും ഒന്നുമില്ല. ഇവിടെ പൊരിഞ്ഞ് വെയിലത്ത് നമ്മൾ ഇരുന്ന് കഴിയേണ്ടി വരും. അതാണ് അവസ്ഥ. കാണുമ്പോൾ മഴക്കാറുണ്ട് തോന്നും, മഴയൊന്നും പെയ്യില്ല. നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കും. ഇതേ അമ്മുവിൻ്റെ ചമ്മന്തി അല്ല, ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മുവിൻ്റെ എന്താ പറയുക, മാസ്റ്റർ പീസ് ഐറ്റാണ് ഈ സാധനം. നല്ല ടേസ്റ്റ് ആയിരിക്കും. വാർത്തയുള്ള പരിപാടിയാണ്. ഞാൻ എൻ്റെ ദോശയിലേക്ക് തിരികെയാണ്. അമ്മുവിൻ്റെ ചട്നീൻ്റെ മണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഒന്നൊന്നര സ്മെല്ലാണ്. പക്ഷെ ഇതിലിടാൻ പാതി സാധനങ്ങളില്ല. കറിവേപ്പിലില്ല, മീറ്റ് മുളകില്ല, ഒക്കെ കഴിഞ്ഞില്ല, വാങ്ങിക്കണം. അമ്മുവിൻ്റെ പ്രോട്ടീൻ ഡ്രിങ്ക്, ഡ്രൈ ഫ്രൂട്ട് ഡ്രിങ്ക്. ഇതെനിക്ക് ഡ്രൈ ഫ്രൂട്ട് ഓരോന്നായിട്ട് കഴിക്കാൻ വായയിൽ കടിച്ച് കഴിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ചേർത്ത് അരയ്ക്കും. മാത്രല്ല മറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. മൈൻഡ് വേവ്സ് ചാനലിന് വേണ്ടിയിട്ട് എഗെയിൻ ഒരു വീഡിയോ ഇപ്പോൾ ഇതാ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ ഗ്രീൻ സ്ക്രീനിൽ ഇതാ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, കണ്ടന്റ് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കമ്പ്യൂട്ടറിൽ. ഇപ്പോൾ ഷൂട്ട് ഇപ്പോൾ ഇതാ കഴിഞ്ഞേ ഉള്ളൂ. ഏകദേശം 1 മണിയാണ് ഇപ്പോൾ നേരം. ഇനി വല്ലതും കഴിക്കട്ടെ. അതിന് മുമ്പ് മുട്ട ഉപ്പേരി ഉണ്ടാക്കണം, എഗ്ഗ് മസാല. അതെൻ്റെ തലയിലാണ്. കൂട്ടാൻ കറി പിന്നെ അമ്മു രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പോയി. ചുമ മാറിയിട്ടില്ല, അതുകൊണ്ട് ഈ വയർപ്പ് താഴാൻ പാടില്ലല്ലോ. അപ്പുറത്ത് റൂമിൽ ഇരിക്കുകയാണ് AC-യിൽ. ഇനിയിപ്പോൾ ആൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനി വയർക്കാൻ തുടങ്ങും, ചുമ ഇനിയും കൂടാൻ തുടങ്ങും. അപ്പോൾ മുട്ട ഉപ്പേരി ഞാൻ തന്നെ ഉണ്ടാക്കണം. ആദ്യത്തെ ചാനലിലേക്കുള്ള വീഡിയോ ഷൂട്ടിംഗ് എടുത്ത് കഴിഞ്ഞു. ഇനി മുട്ട മസാല ഉണ്ടാക്കാം ഉപ്പേരിയായിട്ട്. അമ്മ പിന്നെ കോവക്കം കൊണ്ട് ഒരു പുളിവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ. ഞാൻ മുട്ട ഉണ്ടാക്കാൻ പോട്ടെ. അങ്ങനെ എഗ്ഗ് മസാല റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇനി കഴിക്കട്ടെ. നേരെ അത്യാവശ്യമായിട്ടുണ്ട് തോന്നുന്നു. 1:45. നമുക്ക് കഴിച്ചാലോ? 2 മണിയായി. കഴിക്കുക. ചോറ് റെഡി, മുട്ട ഉപ്പേരി റെഡി. എന്താ മുട്ട മസാല എന്ത് പറയണമെന്ന് അറിയില്ല. ഇത് പുളിയും കറി അല്ലേ? കോവക്കം കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. തീയൽ ഇതിലൊന്ന് തേങ്ങ വറുത്തരച്ചിട്ട തീയലാവും, അതുപോലെ ഒരു കടി. അപ്പോൾ കഴിക്കാറായി. കഴിക്കാം. മമ്മി റെഡി. ഇതോ പാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്നു. മൈൻഡ് വേവ്സിൽ ഇന്ന് എടുത്ത 2 വീഡിയോസ് ഉണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ എഡിറ്റിങ്ങിൻ്റെ പരിപാടി തുടങ്ങട്ടെ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ ഇരുന്നു, ചെറുതായിട്ട് വർക്കൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1 മണിക്കൂർ കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ എഗൈൻ വർക്ക് വരുന്നുണ്ട്, കുറച്ചുകൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ആ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് കടയിൽ പോകണം. കുറച്ച് ഉണക്കമീൻ, കുറച്ച് സാധനങ്ങൾ, ഗോതമ്പം, പിന്നെ കുറച്ച് പച്ചക്കറി, കുറച്ച് ശർക്കര ഒക്കെ ഒന്ന് വാങ്ങാനുണ്ട്. അപ്പോൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ ഇനിയും ചെയ്യാനുണ്ട്. വർക്ക് പെൻഡിങ് ആണ്. ചനുണ്ട് ശർക്കര ഉണ്ട്, കടല ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്. ആ കടല അല്ലല്ലോ, ഇത് വേറെ കടലയാ, വെള്ളക്കടലയാ. പിന്നെ കുറച്ച് പച്ചക്കറി, നമ്മുടെ വെണ്ടയ്ക്ക, മധുരക്കിഴങ്ങ്, പിന്നെ നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബജ്ജി, കുറച്ച് നേന്ത്രപ്പഴം. അതാ അമ്മുവിന്. അങ്ങനെ എല്ലാവർക്കും വേണ്ടത് റൗണ്ട് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാൾക്ക് തൊക്കുണ്ടാക്കാനാണ് ഇത് കൊണ്ടുവന്നത് കേട്ടാ. മുരിങ്ങക്കായ തൊക്ക് തന്നെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് മനസ്സിലാവില്ല. മസാല അല്ലേ? ഉള്ളി തക്കാളി മസാല. പച്ചമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ചാറുണ്ടാക്കാലോ. നിങ്ങളെ ചെത്തേണ്ടി വരും കേട്ടോ. 8:30 മണിയാണ്. വർക്ക് തന്നെയാണ്. ഇത് വന്നിട്ട് മുംബൈ അതുപോലെയുള്ള നാടുകളിൽ നിന്നാണ്. നാളെ ഇത് കണ്ടിട്ട് ഇന്ന് രാത്രി പേടിച്ചിട്ട് ഉറങ്ങാതിരിക്കരുത് കേട്ടോ. இந்த வீட்டுக்கு முதல்ல அப்பப்பதான் போயிட்டு இருந்திருக்காங்க. இத பூட்டி போட்டதுக்கு அப்புறமா யாருமே போகல. இப்ப க்ளீன் பண்ணதுக்கு அப்புறம் പ്രേതകഥ കേട്ടോണ്ടിരിക്കുകയാണ്. ഇനി ഇത് കണ്ടിട്ട് ഇന്ന് രാത്രി ഉറങ്ങൂല. രാത്രി പേടിച്ചോണ്ടരും.
ഇതാണ് നടക്കാൻ പോണെന്ന് രാത്രി. പേടിച്ചു ഉണരാനൊന്നുമില്ല. ഉണരൂലേ? அங்கேயே எல்லாருமே தங்க ഓ ஆரம்பிச்சிருக்காங்க. ரெகுலர் എന്നാ ഒരു ധൈര്യശാലി. നമ്മുടെ ഡിസൈൻ ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു മോഡൽ കൂടി ഉണ്ടാക്കണം. ഇത് അവർക്ക് അയച്ചു കൊടുത്താലേ ഓക്കെ ആവുള്ളൂ. 2 മോഡൽ അയച്ചു കൊടുത്താലല്ലേ ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക്. ഇന്ന് ചെയ്യേണ്ട വർക്ക് ആയതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. നമ്മുടെ വ്ളോഗിംഗ് ഒന്നും നമുക്ക് നിർത്താനും പറ്റില്ല. വല്ലാത്തൊരവസ്ഥയിലെ ഫുൾ ടൈം ബിസി ആയി കഴിഞ്ഞാൽ എങ്ങനെ ഡെയിലി വ്ളോഗ് എടുക്കും? പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എടുക്കും. അത് നമ്മുടെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അത് കഴിഞ്ഞിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയാമെങ്കിലും മാമുണ്ടണമെങ്കിൽ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. സോ വർക്കിന് കോംപ്രമൈസ് ഇല്ല. എനിവേ ഇന്നത്തെ വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്. നോക്കിയേ, AC പോലും ഇല്ല, ഓഫാ, കറണ്ട് പോയിരിക്കുക. ഒരവസ്ഥയെ ചുട്ടുരുകിയിട്ടായിരിക്കുന്നത്.